ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇന്ന് എൻ്റെ കൂടെ നിവേദിതയും ഉണ്ട്. അതെൻ്റെ മാമൻ്റെ മോളാണ്, കസിനായിട്ട് വരും. ഇപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് സ്റ്റേ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവൾ പറഞ്ഞ എൻ്റെ അടുത്ത് കേക്ക് വേണമെന്ന്. കേക്ക് വേണോ? ഇതാണ് എപ്പോൾ വന്നാലും കേക്ക് വേണമെന്ന് കേൾക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇപ്പം കേക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ചെറിയൊരു ബ്ലോഗും കുറച്ചൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണിപ്പം കുറച്ച് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഇപ്പം വീഡിയോസ് ഇടുന്നത്. ഞാൻ പറഞ്ഞപ്പം വെക്കേഷനല്ലേ, അപ്പം ഞാനിപ്പോൾ ഫുൾ ടൈം കളിയും ചുറ്റിക്കറക്കമൊക്കെ തന്നെ. ചുറ്റിക്കറക്കമൊക്കെ എനിക്ക് വ്ളോഗ് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം ഫോൺ പകുതി എടുക്കുമ്പോൾ ചാർജിലോ ഇങ്ങനെ ഭംഗിയൊന്നും വ്യൂ ആയിട്ട് ആസ്വദിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓറിയോ കേക്ക് ഉണ്ടാക്കണം, അത് ബ്ലോഗ് എടുക്കണം, കുട്ടി ബ്ലോഗ്. നമുക്ക് നേരെ ഓറിയോ കേക്ക് ഉണ്ടാക്കണം നോക്കിയോ. ഇപ്പോൾ ഗസ്റ്റ് ഞാനത് അവിടെ ഓറിയോ ഈ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായത് എടുത്തിട്ടുണ്ട്. നമുക്കിത് മൊത്തം പൊട്ടിച്ചെന്നത് കേക്കാണ്. എനിക്ക് പാല് കുടിക്കാൻ വേണ്ടിയാണ് അന്ന് പാല് അനുസരിച്ചത്. പക്ഷെ ഞാൻ പാല് കുടിച്ചില്ല, ജ്യൂസ് അടിച്ച് കുടിച്ചു വാട്ടർമെലൺ. ആ പാല് നോക്കുമ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ഉപകാരപ്പെട്ടു. ഞാൻ എന്താ ഈ ഒരു സാധനം ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് ഇങ്ങനെ പാല് അളവിനെടുക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് പാല് ഇഷ്ടമാണ് കമൻറ്റ് ചെയ്യണേ. ഇപ്പം ഞാൻ എന്താ ഈ ബിസ്ക്കറ്റിലോട്ട് പാൽ നമ്മൾ അടിച്ചെടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് അടിച്ചെടുക്കണം. ഞാൻ പക്ഷെ ഡയറക്റ്റ് കഴിക്കാമെന്ന് വെച്ചപ്പോൾ കൊള്ളൂലായിരിക്കും. എന്നാൽ ഞാൻ പോയി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ കേസ് മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഞാൻ പറ്റുന്നത് ഓർത്തില്ല, ഞാൻ അടിച്ചെടുക്കണം. ഡയറക്റ്റ് പാൽ ഒഴിക്കണം, ഏതായിരിക്കും കൊള്ളുമെന്ന് എനിക്ക് അറിയത്തില്ല. കളയാളെ പാട്ട് നോക്കി കാട്ടും കാണാൻ. ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നാക്കെല്ലാം കേക്ക് ഉണ്ടാക്കുന്നുണ്ടോ? കേക്ക് വേണോ വേണ്ടേ? എന്നാൽ പോയി എന്നെ സഹായിക്കണം. അല്ലാതെ അവിടെ പോയി കാട്ടുന്നുണ്ടെങ്കിൽ പോയി സ്പൂൺ എടുക്കും. കേസ് അവിടെ ഞാൻ സഹായിക്കുന്നുണ്ട്. ഏതായാലും ഗസ് ഇതേ കണക്കിന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. സ്പൂൺ എത്തിയിട്ടുണ്ട്. പൊടിഞ്ഞാണ് ഒരു ഓറിയോ ബിസ്ക്കറ്റ് വേണം. പിന്നെ അവിടെ ക്രീം നിങ്ങൾക്ക് അടിക്കാം. ക്രീം അടിച്ചെടുക്കാമെന്നാണ് ഞാൻ ഇതൊന്ന് ഇതിൻ്റെ ഒട്ടൊത്താക്കാം. പാലൊഴിക്കും. ഗ്യാസ് ഞാൻ നല്ല അരച്ച് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത് കുറച്ചായി പാലൊന്ന് വേണ്ടി കൂക്കാം. കുറച്ചായി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ അളവിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പാക്കറ്റാണ് എടുത്താൽ നിങ്ങൾക്കാണെങ്കിൽ 2 പാക്കറ്റ് എടുക്കാം. അവിടെ ഗൈസ് വീണ്ടും പോയി TV കാണാതെ സിനിമ കാണാമെന്നു ഇതാ വന്നു. ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. നല്ലോണം ജ്യൂസ് ആക്കാം. പാടയാണ് ഇപ്പോഴേ ഒരാൾ കൂടി വരുന്നത്. അപ്പോൾ കേക്ക് റെഡിയാകുമ്പോൾ എന്താണ് പാട മാറ്റി. നിങ്ങൾക്ക് പാട ഇഷ്ടമാണ് ഞാൻ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ പാട ഇട്ട പാൽ കുടിക്കണമെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യും. അമ്മ ഇട്ട് എൻ്റെ മറ്റേ മിക്സറുണ്ട്, ഇങ്ങനെ കറക്കിയിട്ട് ചെയ്യാനുള്ള. പക്ഷേ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ കേക്ക് എടുത്താൽ ഞാൻ തന്നെ ഇത് മൊത്തം കഴിവുണ്ട്. പണി കിട്ടിയില്ല. ഞാൻ അതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. നീ എന്നെ സഹായിക്കാൻ നിൽക്കുന്നില്ലേ പറഞ്ഞു. പോയി ബേക്കിംഗ് സോഡ എടുത്തിട്ടോ. പോയി ബേക്കിംഗ് സോഡ അവിടെ ഇരിക്കുന്നു, പോയി എടുക്കും. ഞാൻ കാണിച്ചു ബേക്കിംഗ് സോഡ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. സോഡാപ്പൊടി എടുത്തോണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ വന്ന് പോയി ബേക്കിംഗ് സോഡ എടുത്തു. എന്തൊരു വട്ടാണോ ഗൈസ്, നമുക്ക് ഇതിൻ്റെ അടുത്ത്
ആവശ്യത്തിന് 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കും. കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നിങ്ങൾ ബേക്കിംഗ് സോഡ എന്ന കേക്ക് പൊങ്ങി വരാനാണ്. കുറച്ച് ഉപ്പിടണം നമുക്ക് സ്റ്റൈലിന്. ഡെയിലി ഞാൻ തന്നെ വീട്ടിൽ മുട്ടയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ശീലമായി ഉപ്പിടാൻ ഇങ്ങനെ ഇടണം നമുക്കിത്. ഇവിടെ മിക്സ് ചെയ്യണമെന്നില്ല. ഇത് സോസ് കിട്ടോ? ബേക്കിംഗ് സോഡ ഒക്കെ പോയതാണ്. അപ്പം ഞാൻ ബേക്കിംഗ് സോഡ കഴിച്ച് കൈയൊന്ന് കഴുകി. ഇനി നമുക്ക് അടുത്ത പണിയാണ്. നിങ്ങൾക്ക് എന്താ പറയണ ഒരു സാധനത്തിൻ്റെ പേരുണ്ടല്ലോ, എൻ്റെ വീട്ടിലുണ്ട്. അതിൻ്റെ പേര് ഞാൻ പോയി ചോദിച്ചിട്ട് തരാം. എയർ ഫ്രയർ ആ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വെച്ചോ. ഇല്ലാത്തവർ നിങ്ങൾ പാത്രം എടുക്കണം. ഇഡലി പാത്രമൊക്കെ എടുത്തിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ കേക്കിൻ്റെ പാത്രം എടുത്ത് മണ്ട വെച്ചെടുക്കണം. അപ്പം ഞാൻ എയർ ഫ്രയർ ഓൺ ചെയ്തിട്ട് വരും. നീ ഇവിടെ ഒന്നും കളിച്ച് കൊണ്ടുവരണം ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ വലിയ എയർ ഫ്രയർ. ഗ്രീൻ ചീസിൻ്റെ ആ കമ്പനീൻ്റെതാണ്. ഇനി എയർ ഫ്രയർ ഓൺ ചെയ്ത് നമുക്ക് സെറ്റിങ്സ് ചെയ്യണം. സെറ്റിങ്സ് ചെയ്ത് ഗൈസ് ഇതാണ് എയർ ഫ്രയർ. സാധനം ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കൊടുക്കാം. അയ്യോ ഒരു കാര്യം ഗൈസ് ഞാൻ മറന്നുപോയി. പാത്രം മാറ്റണമെന്ന് സംശയം. കാരണം ഇതിൻ്റെ അകത്ത് ഇത്തിരി എണ്ണ പിടിപ്പിക്കണം. അല്ലെങ്കിൽ അത് എണ്ണയോ നെയ്യോ മാറ്റാം. അപ്പോൾ ഞാൻ പാത്രം മാറ്റും. ഗൈസ് ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യിനെ ഇങ്ങനത്തെ ഒരു ബ്രഷല്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഞാൻ എൻ്റെ റൗണ്ടായി ഒന്ന് തേച്ചെടുക്കുന്നു. നിങ്ങൾക്ക് ഈ ബ്രഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കൈ വെച്ച് തേച്ചു. ഞാൻ പിന്നെ കൈ യൂസ് ചെയ്തില്ല, ബ്രഷ് ഒക്കെ ചെയ്തതായിരുന്നു. ഇത് ഫുൾ ചെയ്യണം. അത് ആ പാത്രം തന്നെ ഞാൻ വീണ്ടും എടുത്ത് ആ സിറപ്പിനായി ഇതെന്ന് തന്നെ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരാൾ മൊത്തം എടുത്ത് നക്കിക്കൊണ്ട് തീരും. ഇനി നക്കിയാൽ ഞാൻ തരത്തില്ലേ കേക്ക്. ഞാൻ അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും ഒഴിച്ചിട്ട് വരും. ബ്രഷ് ഞാൻ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇതിലോട്ടൊന്ന് നോക്കി. എന്താ സിറപ്പ് നല്ല രീതിക്ക് ഒഴിച്ചു. ചൂടാവും നല്ലതാണ്. ഞാൻ മൊത്തം എന്താ ഒഴിച്ചിട്ട് ഇനി ഇത് നമുക്ക് എയർ ഫ്രയറിൻ്റെ അകത്തോട്ട് എയർ ഫ്രയറിൻ്റെ അകത്തോട്ട് വെച്ച് നേരെയൊക്കെ വേണം. ഇനി എയർ ഫ്രയർ ഒന്ന് ഫ്രൈ ചെയ്യും. ഇത് പൊങ്ങിയായിട്ട് ഇനി കാണാം. ഗൈസ് കുറച്ച് സിറപ്പ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കേക്കിന് വേണ്ടിയായിരുന്നു. കേക്കിൻ്റെ മണ്ടയിൽ കൂടെ ഇത്തിരി നിങ്ങൾക്ക് വേണമെങ്കിൽ ജെംസ് ഓറിയല്ല പൊടി അങ്ങനെ എന്തെങ്കിലും വെച്ചു. ജെംസില്ല അതൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഗൈസ് ഇപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ആയിരിക്കും കാണിച്ചു തരാം. ഫ്രിഡ്ജ് ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കി ലിപ്സ്റ്റിക്കാണ്. ഇനി ഞാൻ ഇൻ്റർവ്യൂ നിവേദയ്ക്ക് തന്നെ കൊടുക്കാം. നിവേദ ലിപ്സ്റ്റിക് ഒന്ന് കാണിച്ചു കൊടുത്താണ് എൻ്റെ ചുണ്ട എങ്ങനെയാണ് ചോക്കണേന്ന് കാണിച്ചില്ല. അത്രയും ചോക്കുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക്
നമ്മളെ ചുണ്ട് നോക്ക് ഇത്രയും ചുവന്നിട്ടുണ്ട്. കറക്റ്റ് ലിപ്സ്റ്റിക്കിൻ്റെ അത്രയാണ് ഞാൻ ബീറ്റ്റൂട്ട് വെച്ച്. പിന്നെ ഒരു ഐസ്ക്രീമും കൂടെ ഇരിപ്പുണ്ട്. ഐസ്ക്രീമും കുടിച്ച് അടുക്കളയില്ല. പാത്രം കഴുകണ പണിയൊക്കെ കഴിഞ്ഞ് ബാക്കി അടുത്ത കേക്ക് റെഡി ആവണ പണിയാണ്. ഇനി എത്ര മിനിറ്റ് ഉണ്ടെന്ന് നോക്കും. എത്ര മിനിറ്റ് ഉണ്ടോ? ഇനി 12 മിനിറ്റും കൂടെ ഉണ്ട്. കേക്ക് റെഡി ആയിട്ടുള്ളതായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്.